നമ്മുടെ ആബേലച്ചൻ പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് പറയുമ്പോൾ ആ. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും. അങ്ങനെ സംഭവമുണ്ട്. ആ. നമ്മുടെ കലാഭവനിൽ ഒരു ശിവദാസ് എന്ന് പറഞ്ഞൊരു മിമിക് ഉണ്ടായിരുന്നു. ആ. അനീഫിൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടാണ് ശിവദാസ്, ആ. പള്ളുരുത്തിന്ന്. ആ, അപ്പോൾ അദ്ദേഹത്തിന് ഈ ആസ്തമയുണ്ട്, വലിവിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഈ ആന്ധ്രയിൽ മീൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ വലിവ് മാറും. അപ്പോൾ ഇവൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് അച്ഛനടുത്ത് പോയിട്ട്, അച്ഛൻ എനിക്കൊരു 500 രൂപ വേണം ലോണായിട്ട്, അപ്പം അടുത്ത പരിപാടിക്ക് 75 പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, തനിക്ക് എന്നാത്തിനാ ഈ 500? അപ്പോൾ ഈ ആന്ധ്രയുടെ കാര്യം മകൻ പറഞ്ഞു, എനിക്ക് മീൻ വിഴുങ്ങാനാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയേ, ഒരു പണി, ഇത് 50 രൂപ ഉണ്ട്, 1 കിലോ കരിമീൻ മേടിച്ചിട്ട് വിഴുങ്ങി. അല്ല, അങ്ങനെയുള്ള ഒരുപാട് അച്ഛൻ്റെ വേറൊരു തമാശ. ഞാൻ നമ്മളൊക്കെ പണ്ട് കാലത്ത് എല്ലാവർക്കും ഹനീഫയ്ക്കും റഹ്മാനിക്കൊക്കെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ആ ഐറ്റം നല്ല ഐറ്റം ആണെങ്കിൽ ആ ഐറ്റം ഒരു 4 വർഷമൊക്കെ അടുപ്പിച്ച് കളിക്കും, നല്ല സ്കിറ്റ് ആണെങ്കിൽ. അപ്പോൾ ഒരു യക്ഷിയുടെ ഐറ്റം അടുപ്പിച്ച് 4 വർഷം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേളിൽ അച്ഛൻ വർഷത്തിലൊരു ഇത് റിഹേഴ്സൽ കാണാൻ ഒരു പ്രാവശ്യം വരും. അപ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ആദ്യം തന്നെ തുടങ്ങും. അനൗൺസ്മെൻറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ, കാലം മാറി കഥ മാറി എങ്കിലും പഴഞ്ചൊല്ലിന് മാറ്റമില്ല എന്നും പറഞ്ഞാൽ ഐറ്റം തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ ആദ്യത്തെ വർഷം ഇത് കണ്ടിട്ട് പോയി. പിറ്റേ ദിവസം അച്ഛൻ വന്ന് ഞങ്ങൾ പറയും, അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ, കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്ക് കളിക്കാൻ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ ഐറ്റം അച്ഛൻ പോയി. 3-ാമത്തെ പ്രാവശ്യം അച്ഛൻ വന്ന് കേട്ട് പോയി. 4-ാമത്തെ വർഷം അച്ഛൻ വന്ന് ചോദിച്ചു, എല്ലാവരും ഇങ്ങനെ വന്നേ, ഈ കാലവും മാറി കഥ മാറിയിട്ടും ഇതുവരെ ഈ ഐറ്റം മാറാറായില്ലേ? ചെറിയൊരു കാര്യം. അച്ഛനിങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് അച്ഛൻ. ഭക്ഷണം അതിനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ആളുമാണ്. ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വായിലെടുത്ത് വെച്ചിട്ട് നുണഞ്ഞിറക്കി ആസ്വദിച്ച് അച്ഛൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണം ആരും കഴിക്കുന്നതൊക്കെ അച്ഛനോട് ആ കഴിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അഹമ്മദാബാദിൽ അങ്ങോട്ട് പരിപാടി ബസ്സിനാണ് പോകുന്നത്, കലാവിൻ്റെ ബസ്സിന്. പോണ ഒഴുകി എവിടെയോ ഭക്ഷണം കഴിക്കാൻ നിർത്തി, ഹോട്ടലിൽ. അപ്പോൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, മണി ഇവിടെ ഇരിക്കുന്നു, ഈ നൗഷാദ് ഇപ്പുറത്തിരിക്കുന്നു, അച്ഛൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചായ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാനൊക്കെ കുടിച്ചോണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? നിങ്ങൾ വല്ലതും വാങ്ങിച്ച് കഴിക്കുക, ഇതിങ്ങനെ കഴിക്കാതിരുന്ന പരിപാടിക്ക് മോശമാവും. വേഗം സപ്ലയർ വിളിച്ചിട്ടുണ്ട്, അവർക്ക് മട്ടനും ചിക്കനും പൊറോട്ടയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നൗഷാദ് ഞങ്ങളുടെ കൂടെ ആർത്തി കൊണ്ടിങ്ങനെ വേഗം മട്ടനും ചിക്കനും കൊണ്ടു വെച്ച് ചപ്പാത്തി കൊണ്ടു വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചു. ഇങ്ങനെ പകുതിയായപ്പോൾ അച്ഛൻ എഴുതിയിട്ട് ബേറോട്, എൻ്റെ കാപ്പിയുടെ എത്രയായിരുന്നു? ചെറിയൊരു പണി തന്നിട്ട് അവിടെ. ഇതുപോലെ ഒരിക്കലും ഒരു ചെമ്മാച്ചൻ അവിടെ ഒരു മിമിക്രി പരേഡിലേക്ക് സെലക്ഷന് വേണ്ടി വന്നു. അപ്പൊ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇയാളെങ്ങനെ വന്നേ, ഈ ചെമ്മാച്ചൻ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ, ആദ്യം അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം കുറച്ച് ശബ്ദങ്ങളൊക്കെ എടുത്തിട്ട് ഒരാട് അങ്ങനെ. അപ്പോൾ ചെമ്മാച്ചൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് ഞാൻ എടുക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആട് ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ കയ്യിലാക്കിയിട്ട് അച്ഛനോട് അച്ഛൻ അങ്ങോട്ട് ഈ ചെമ്മാച്ചൻ, നമ്മുടെ അച്ഛനല്ല, ചെമ്മാച്ചൻ വന്നിട്ട് പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായി, ഈ ചുണ്ട് മാത്രം അനങ്ങുന്നുള്ളു, അതിനുശേഷം ജീവനുണ്ടായി. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങള് ആരും, ഞാനുണ്ട് മണിയൊക്കെ ഉണ്ട്, ആരും ഞങ്ങള് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചിരിക്കുന്നുമില്ല, കരയുന്നുമില്ല, നാണിച്ചിട്ടും എന്താ പറയാ, നാണായിട്ടും വയ്യ, കൊതിയായിട്ടും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ, അച്ഛൻ ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഇത് ഇത്തിരി കടുപ്പമാണ്, ഒരു രക്ഷയില്ല എന്ന് പറയാം. ഇയാളൊരു കാര്യം ചെയ്, ഇയാളാ പ്രസാദനെ വിളിച്ചൊന്ന് കേൾപ്പിക്കേ, അയാൾ വേണ്ടാന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇത് എന്ത് പരിപാടിയാണ് ചെയ്ത്, ഇത് ഇയാളെ പിടിച്ച് ഇനി അങ്ങോട്ട് കേൾപ്പിച്ചിട്ടാ അച്ഛൻ എന്തിനാ വേറൊരാളെ കേൾപ്പിക്കുന്നത്? ഇയാൾ മാത്രം സഹിച്ചാൽ പോരല്ലോ, പ്രസാദം കൂടെ സഹിക്കട്ടെ.